ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് നൽകുന്നു എന്ന് നോക്കാം. അതിനു മുമ്പ് ഷൈനികർ ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു കാർഡ് ഫസ്റ്റ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, സെക്കൻഡ് എയ്റ്റ് ഓഫ് കപ്സ്. ഇനി യൂണിവേഴ്സ് എന്ത് അഡ്വൈസാണ് നൽകുന്നതെന്ന് നോക്കാം. ദ ടവർ. അപ്പോൾ നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ഫസ്റ്റ് ഇപ്പോൾ കരിയറിലാണെങ്കിൽ നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ വേണ്ടത്ര എഫർട്ട് എല്ലാം ഇട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചു. പക്ഷെ അവിടെ ഒരു ഫലവും ഇല്ല, ഒരു മൂമെൻറ്റും ഇല്ല. അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, അല്ല ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഒരു എല്ലാം കൊടുത്ത് എത്രയും എഫർട്ട് ഇട്ട് അത്രയും സ്നേഹിച്ചിട്ടും നിങ്ങൾക്കൊന്നും കിട്ടാതെ നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത്, അത് നമ്മൾ ഗീവ് അപ്പ് ചെയ്താലോ എല്ലാം വിട്ടിട്ട് പോയാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. അതിനൊരു മാറ്റം വരും എന്നാണ് കാണുന്നത്. ടവർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരു ടവർ വന്നാൽ നമുക്കൊരു തിരിച്ചടി വരുമെന്ന് കാണും. പക്ഷേ നിങ്ങൾ അത്രയും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലും ഒരു വാക്കവേ നടത്തി ഒരു ഗീവപ്പ്, അങ്ങനെ ഒരു അത്രയും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ട് അത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ടവർ, അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കരിയറിലായാലും അതിനൊരു ഗ്രോത്ത്, മൂവ്മെൻറ്റ്, ഒരു സക്സസ്, നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.